ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ചയാണ് നടന്നത്, ചരിത്രപരമായ ചർച്ച റഷ്യ അമേരിക്കയുമായിട്ട്. അതായത് ഓൺലൈനാണ്. ഒരു കൂട്ടർ അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്ത് വാഷിംഗ്ടണിൽ ഇരിക്കുന്നു. മോസ്കോയിലും വാഷിങ്ടണിലും ഇരുന്ന് ഉക്രൈൻ വെടിനിർത്തലുമായിട്ട് നടന്ന ചർച്ച ഭാഗികമായിട്ട് വിജയിച്ചു. അതായത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇതിൻ്റെ ഫർദർ ഡിസ്കഷൻസും ചർച്ചയും ഉണ്ടായിരിക്കും. അതിനെ തുടർന്നായിരിക്കും ഏകദേശ രൂപം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ സൈൻ ചെയ്യുന്നത്. ഏത് രീതിയിലാണ് റഷ്യ ഈ ചർച്ച മുന്നോട്ട് നയിച്ച? റഷ്യ അല്ല, ഇന്നത്തെ പല ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉക്രൈനുമായിട്ട് നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ റഷ്യക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഭാഗികമായ വെടിനിർത്തൽ, അതായത് പാർഷ്യൽ സീസ് ഫയറിന് റഷ്യ സമ്മതിച്ചു. പക്ഷെ ഫർദർ ഡിസ്കഷൻ ഉണ്ടായ ശേഷമേ ഒരു ഫുള്ളായിട്ടുള്ള, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള സീസ് ഫയറും അതേപോലെ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കാരണം അതിനകത്ത് ഉക്രൈൻ്റെ പാർട്ടിസിപ്പേഷനും കൂടെ വേണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസ് റിലീസിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നടന്ന ഓൺലൈൻ ചർച്ച വിജയമായിരുന്നു, അത് വളരെ പോസിറ്റീവായിരുന്നു രണ്ട് രാജ്യങ്ങളും. അതായത് ആ ഭാഗത്ത് സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, നിങ്ങൾ പത്രങ്ങളിൽ കൂടെ വായിച്ചും കാണും, TV ന്യൂസ് കണ്ടു കാണും. ഇതിനകത്ത് ആദ്യം നിർദ്ദേശം വെച്ച് കഴിഞ്ഞപ്പോൾ പുട്ടിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ, അതായത് ചീഫ് അഡ്വൈസർ, അദ്ദേഹം ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. അതായത് പുട്ടിൻ അഡ്മിനിസ്ട്രേഷൻ ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ ആദ്യം ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതിനുശേഷം പുട്ടിൻ നടത്തിയ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പോളണ്ടിലേക്ക് റുമേനിയയിൽ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉടൻ തന്നെ അമേരിക്ക അത് പോളണ്ടിലോട്ടങ്ങ് മാറ്റി. കാരണം പോളണ്ടിലോട്ട് മാറ്റുന്നത് അതിൻ്റെ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഉക്രൈന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പോളണ്ടിലോട്ട് മാറ്റിയത്. വാർത്ത പെട്ടെന്ന് വരുന്നു. ഫ്ലാഷ് ന്യൂസായിട്ട് പോളിഷ് പ്രസിഡന്റ് തന്നെ അഡ്മിറ്റ് ചെയ്തു, റുമേനിയയിൽ നിന്നും ഈ സാധനം ന്യൂക്ലിയർ വെപ്പൺസ് പോളണ്ടിലോട്ട് മാറ്റി. അതേപോലെ തന്നെ അമേരിക്കൻ ന്യൂക്ലിയർ ആർസനൽ, ഈ അമേരിക്കൻ ബേസുകളുണ്ട് റഷ്യക്ക് ചുറ്റുമുള്ള, ആ ഭാഗത്തോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്തു പലത്. ഇത് വാർത്തകൾ ഫ്ലാഷ് വന്നു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ റഷ്യൻ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന ഉക്രൈനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അത് മാറ്റിയേക്കുന്നതാണ്. കഴിഞ്ഞ ഈ വാറിൻ്റെ പകുതിയായപ്പോഴാണ് അത് മാറ്റിയത്. ബെലറൂസിലായിരുന്നു. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ബെലറൂഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെൻകോ, ഒരു ഡിക്റ്റേറ്ററാണ്, അയാൾ പെട്ടെന്ന് മോസ്കോയിൽ വരുന്നു. ഇപ്പം പുട്ടിനുമായിട്ട് ചർച്ച നടത്തുന്നു. അതിനു മുമ്പ് തന്നെ ഈ ബെലറൂഷ്യൻ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ച് വാൺ ചെയ്തിരുന്നു. നിങ്ങൾ അവിടെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഉക്രൈനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോണം, ഇതൊക്കെ ബാക്ക്ഡോർ ടോക്സിൽ കൂടെ പല മീഡിയ ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഉക്രൈൻ മീഡിയ പോലും റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക കൃത്യമായ വാർണിംഗ് ബെലറൂഷ്യൻ പ്രസിഡന്റിന് കൊടുത്തു. നിങ്ങൾ അവിടെ ഇരിക്കുന്ന റഷ്യൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉക്രൈനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ ബെലറൂസ് എന്ന് പറഞ്ഞൊരു രാജ്യം പിന്നീട് കാണില്ല. അതുകൊണ്ട് ബെലറൂഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ടുള്ള ചർച്ചയിൽ ഒരു കാര്യം അയാൾ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് റഷ്യക്ക് തിരികെ തരാൻ തയ്യാറല്ല, അവിടെ റഷ്യ പെട്ടുപോയി. അതുമല്ല, അത് ഉപയോഗിക്കുകയുമില്ല, കാരണം ആ രാജ്യത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അമേരിക്ക താക്കീത് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും പത്രങ്ങളിൽ വരുന്നൊന്നും അല്ല. ഇവിടെയാണ് രാവിലെ പറയുന്നു റഷ്യയുടെ ചീഫ് അഡ്വൈസർ, അതായത് പുടിൻ അഡ്മിനിസ്ട്രേഷൻ്റെ ചീഫ് അഡ്വൈസർ പറയുന്നു, ഞങ്ങൾ ഈ നിർദ്ദേശം തള്ളുന്നു. ബെലറൂഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള ഡിസ്കഷൻ അന്ന് നടന്ന പത്രസമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറയുന്നു അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. പെട്ടെന്ന് യു-ടേൺ അടിച്ചു. ഇതാണ് ഈ ഉക്രൈൻ പ്രസിഡന്റായ വ്ളാദിമിർ സ്ലെവൻസ്കി എന്ന ജോക്കറിന് മനസ്സിലാകാത്ത കാര്യം. ഇത് അമേരിക്കയുടെ തലയിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അവരിത് ഹാൻഡിൽ ചെയ്യും. ഇതാണ് ഈ പല ആൾക്കാരും ഇതിനെ ഈ
ട്രംപിനെ തെറി പറഞ്ഞ് ഈ സ്ലെവൻസ്കിയെ ഉക്രൈൻ പ്രസിഡന്റിന് അനുകൂലമായിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പ്രധാനമായിട്ടും. ഇത് അമേരിക്കയുടെ തലയിലങ്ങ് വെച്ചു കൊടുത്തേനെ, അമേരിക്ക ഇത് ഹാൻഡിൽ ചെയ്തോളൂ. മറ്റുള്ള ഒരു രാജ്യത്തിനും ലോകത്ത് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള പവറില്ല. അത് അമേരിക്ക അങ്ങ് ഹാൻഡിൽ ചെയ്യും. റഷ്യയൊക്കെ പിടിച്ചുന്ന ചുരുട്ടി കൂട്ടിയിട്ട് ദൂരെ കളയവർ. കാരണം അത്ര പവർഫുൾ നേഷനാണിത്. അതിന് ചുറ്റും അമേരിക്കൻ ബേസാണ്. അവിടെയാണ് ഈ ജോക്കർ എന്ന് പറഞ്ഞ ആൾ ഇയാളുടെ കോമഡി ഷോ ഓവൽ ഓഫീസിൽ പോയി കാണിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഇതൊക്കെ അറിയാവുന്ന പല യൂറോപ്യൻ ലീഡേഴ്സ് ഉണ്ട്. അവർ ഇയാളെ ശകാരിച്ചു എന്നാണ് അറിയുന്നത്. ഈ ഉക്രൈൻ പ്രസിഡന്റ് ശരിക്കും ശകാരിച്ചു. അത് ട്രംപിനെ മനസ്സിലാക്കാൻ പറഞ്ഞു. ട്രംപ് ബൈഡനെ പോലെയല്ല. ഒരു കാര്യം പറഞ്ഞാൽ അയാളത് ചെയ്യും, അയാളത് കാണിച്ചു തരും. അതുകൊണ്ട് ട്രംപിൻ്റെ ലൈനിലോട്ട് പോവുക. അതിൻ്റെ പേരിലാണ് ഈ അപ്പോളജിയൊക്കെ ചെയ്ത് കാലെ പിടിച്ച് ഈ സൗദി വന്നിട്ട് പോലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അയാളെ ചർച്ചയിൽ കയറ്റിയില്ല. മാർക്ക് റൂബിയോയും ഉക്രൈൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി അവർ പ്ലാൻ തയ്യാറാക്കി കംപ്ലീറ്റ് ഈ ജോക്കറിനെ അവോയ്ഡ് ചെയ്തു. ഇപ്പം കണ്ടോ, ബോൾ ഇപ്പോൾ ആരുടെ ഗെയിമിൽ, ആരുടെ കോർട്ടിൽ? പൂർണ്ണമായിട്ട് റഷ്യയുടെ കോർട്ടിലാക്കി. ഇനി റഷ്യ ഇത് നിർത്തിയില്ല എങ്കിൽ റഷ്യ പെട്ടുപോകും. കാരണം റഷ്യക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് രാജ്യമാണ് ബെലറൂസ്. അവർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഒരു സപ്പോർട്ടുമില്ല. നിങ്ങൾ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഉക്രൈൻ ആക്രമിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഞങ്ങൾ തിരികെ തരില്ല. ഞങ്ങളിത് അറ്റാക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഇത് സേഫായിട്ടിരിക്കും, ഇത് ഉപയോഗിക്കത്തില്ല. നിങ്ങളുടെ പട്ടാളക്കാരെ പോലും ഞങ്ങൾ പറഞ്ഞു വിടും. അപ്പം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊക്കെ പല പത്രങ്ങളിൽ വരാൻ തുടങ്ങി. അതേപോലെ റഷ്യയെ പിന്തുണച്ച ഒരു രാജ്യമായിരുന്നു ഹംഗറി. ശ്രദ്ധിച്ചോണം, സീസ് ഫയർ ടോക്സിന് ശേഷം ഹംഗറി റഷ്യക്ക് അനുകൂലമായിട്ട് ഒരൊറ്റ വാക്കും വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ സ്ഥിരം ഉക്രൈനെതിരെ അറ്റാക്ക് ചെയ്യുന്ന രാജ്യമായിരുന്നു. കാരണം ഹംഗറിക്ക് അമേരിക്ക താക്കീത് കൊടുത്തു. ഈ റിയാദ് ടോക്സിന് ശേഷം, സൗദിയിൽ നടന്ന ടോക്സിന് ശേഷം അമേരിക്ക നേരിട്ട് ഹംഗറിക്ക് താക്കീത് കൊടുത്തു, മിണ്ടിപ്പോകരുത്, വാർ നിന്നേ മതിയാവത്തുള്ളൂ, വേണ്ടാത്തടുത്ത് കയറി ഇടപെടാൻ വരരുത്. സിമ്പിളാണ് ഈ സംഭവം. അതിൻ്റെ പേരിലാണ് പുടിൻ ടേൺ അടിച്ചത്. നമ്മൾ സീസ് ഫയറിന് തയ്യാറാണ്, പാർഷ്യൽ സീസ് ഫയറിന് തയ്യാറാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഫർദർ നമുക്ക് സംസാരിക്കാം. 1.5 മണിക്കൂർ ഓൺലൈൻ ടോക്സിൽ ഈ സംഭവം റഷ്യ അംഗീകരിച്ചു. അത് പാർഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോണം, ഒരു 70% റഷ്യ സീസ് ഫയർ ടോക്സിന് അംഗീകരിച്ചു. കാരണം പുട്ടിനൊന്നും ചാടാൻ പറ്റത്തില്ല, അയാൾക്ക് സപ്പോർട്ടില്ല. ആ രാജ്യത്തിൻ്റെ ഡിഫൻസ് തന്നെ തൊലഞ്ഞ് നാശമായിട്ടിരിക്കുക. അതിനകത്ത് അമേരിക്ക വേറെ സംഭവങ്ങളുണ്ടായെന്ന് പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ അമേരിക്ക കയറി അടിക്കും, പുട്ടിൻ മിണ്ടി പോകരുത്, അവിടെ സൈലൻ്റ് ആയിട്ടിരുന്നു. പിന്നെ ഇറാന് ന്യൂക്ലിയർ വെപ്പൺസും സഹായം കൊടുക്കുന്ന പരിപാടി നിർത്തിക്കോ. ഇതൊക്കെ ഇതിനകത്തുണ്ടായി ടോക്സിനകത്ത്. പക്ഷെ ഇതൊന്നും പുറത്ത് വരത്തില്ല. പക്ഷെ ഇതൊക്കെ കോട്ട് ചെയ്യുന്ന പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം സ്റ്റീഫൻ വിറ്റ്കോഫ്, അതായത് മിഡിൽ ഈസ്റ്റ് എൻവോയ്, അയാളെ നേരിട്ട് പുട്ടിനെ സംസാരിച്ചു. ടോക്സിൻ്റെയും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തു. പറഞ്ഞ് ഈ ആഴ്ച തന്നെ ടോക്സ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ടോക്സ് ഉണ്ടായത്. അതായത് വാർ നിൽക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളാണെങ്കിൽ ഈ ടോക്സ് ആണ് ഇതിനെപ്പറ്റി അനലൈസ് എല്ലാം ചെയ്തിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പം ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ എന്നെ അതിനിശിതമായിട്ട് വിമർശിച്ച പല ആൾക്കാരോടും ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ജോക്കറാണിന്ന്. കാരണം ഇയാളെ ഞാൻ ഇത്രയും വലിയ ജോക്കറാണെന്ന് വിചാരിച്ചേയില്ല. ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമസിയാണ്. ആ രീതി തന്നെ അതിനെ പോയിക്കോണം. അമേരിക്ക എന്ന് പറഞ്ഞ പവർഫുൾ രാജ്യത്തിന് മേളിൽ കളിക്കാൻ പോകരുത്. അവരതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അവരെ അങ്ങ് വലിച്ചു കയറ്റി ഇട്ടാൽ മതി. നീ എൻ്റെ ഗോഡ് ഫാദറാണ്, നോക്കിക്കൂ. അവനത് നോക്കിക്കോളും. ഇതാണ് ലോകത്ത് ഇത്രയും നാൾ സംഭവിച്ചിരിക്കുന്നത്. സിമ്പിൾ ഗെയിമിനെ ഇതിനെ അലമ്പാക്കി നാശമാക്കിയ ഈ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സ്ലെവൻസ്കി, അയാളെ പിടിച്ച് പുറത്താക്കണം. ബേസിക്കലി എന്തോ ഇതിൻ്റെ ആവശ്യം? ട്രംപിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ മതി, അവിടെ തീർന്നു ഈ പ്രശ്നങ്ങളല്ല. ഇതിനകത്തുണ്ടാകാൻ പോകുന്നത് അമേരിക്ക എന്താണ് സീസ് ഫയർ എഗ്രിമെൻ്റ് പറയുന്നത് അതിനെ പൂർണ്ണമായിട്ടും റഷ്യ പിന്തുണയ്ക്കും. പിന്തുണച്ചില്ലെങ്കിൽ റഷ്യ ഇവർ തൊലയ്ക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. പിന്നെ അവരെന്താ, റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞൊരു ഡിമാൻഡ്, അത് ഏറ്റവും വലിയ തമാശ. എക്കണോമിസ്റ്റ് പത്രത്തിൽ വന്നിരിക്കുകയാണ്. ഈ റഷ്യയിലെ ഏറ്റവും വലിയൊരു ഗെയിമാണ് ഐസ് ഹോക്കി. അപ്പോൾ ഐസ് ഹോക്കി അമേരിക്കയുണ്ട്. ഈ റഷ്യ വാർ തുടങ്ങിയ ശേഷം ഇത് ഫ്രീസ് ചെയ്തിരിക്കുക, ഇത് പോസ് ചെയ്ത് സാങ്ഷൻ ഏർപ്പെടുത്തിയേക്കുവാണ്.
അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഐസ് ഹോക്കി കളിക്കുന്നില്ല. അപ്പം ഐസ് ഹോക്കി കളിക്കുന്ന ഒരാളാണ് ഈ പുടിൻ. പുടിൻ പറഞ്ഞാൽ ആ മത്സരം ഒന്ന് തുടങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കുക, പുട്ടിൻ്റെ ഒരു ഗതികേട്. ഐസ് ഹോക്കി കളിക്കണം, അത് ആ മത്സരം തുടങ്ങണം. മറ്റുള്ള പുട്ടിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻ അത് വിഡ്രോ ചെയ്യണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാങ്ഷൻ വിഡ്രോ ചെയ്യണം. അവരുമായിട്ട് നേരിട്ട് സംസാരിക്കണം. ഇതൊക്കെയാണ് അയാളുടെ ഡിമാൻഡ്. അയാൾ ഈ പറയുന്ന ഈ ആദ്യം പറഞ്ഞ സംഭവത്തിൽ മുഴുവനും മെൽറ്റ് ചെയ്തു പോയി. കാര്യം അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും നാൾ വാർ നടത്തിയ റഷ്യൻ എക്കോണമിയെ പറ്റി അവിടുത്തെ റിപ്പോർട്ട് വന്നു, ക്വാർട്ടർലി റിപ്പോർട്ട് വന്നു. തകർന്ന് നാശമായിട്ടിരിക്കുക. കറൻസിയുടെ ഭയങ്കരമായിട്ട് വാല്യൂ കുറഞ്ഞു, ഡിവാല്യുവേഷൻ വന്നു. അവരുടെ ട്രേഡ് മുഴുവനും പൊളിഞ്ഞു പോയി. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും നിർത്തി. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കയറി. ആ രാജ്യം നശിച്ചു. എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇത് മാത്രമേ ഉള്ളൂ പുട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സംഭവം. അവരുടെ ഡിമാൻഡുകളൊക്കെ പോയി. ഇതാണ് സൊല്യൂഷൻ കൊണ്ടുവരിക. വളരെ കോംപ്ലക്സ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ സൊല്യൂഷൻ കൊണ്ടുവരിക. അതിൽ ട്രംപ് ഭയങ്കര അഗ്രഗണ്യന്. കാരണം കച്ചവടക്കാരന്, ബിസിനസ്സുകാരന് സൊല്യൂഷൻ കൊണ്ടുവരാൻ അറിയാം. അവിടെയാണ് ട്രംപ് വിജയിച്ചത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.